സിദ്ധാർത്ഥേ, 72 മണിക്കൂർ നീ അവരുടെ കൺട്രോളിലായിരുന്നു. അവര് വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു? താൻ എഴുതുന്നൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കെന്താ വട്ടാണോ? DGPയുടെ മോളെ കടത്തി ന്യൂസ് സെൻസേഷനിലാക്കി മീഡിയാസിനെ കയ്യിലെടുത്ത് സേഫായിട്ട് പ്ലേ ചെയ്തു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ, 60 വയസ്സുള്ള ഒരുത്തും കുത്തിവരയ്ക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു പെരിച്ചാഴി ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, എങ്ങനെ എഴുതാൻ കഴിയും? ഏത് കേസിലാണോ നിന്റെ ചേട്ടൻ മരിച്ചത്, അതേ കേസ് നീ റീക്രിയേറ്റ് ചെയ്തു. സിദ്ധാർത്ഥനെയും പൂജയെ ഒരേ സമയത്ത് തട്ടിക്കൊണ്ടുപോയി സിദ്ധാർത്ഥാണ് പൂജയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പബ്ലിക്കിനെയും മീഡിയയെ നീ വിശ്വസിപ്പിച്ചു. പക്ഷെ വേണ്ട പോലെ നടന്നില്ല. DGPയുടെ മോളെ കിടത്തി പോലീസ് പിടിച്ചാൽ കൊന്നുകളയുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ജീവൻ പോയാലും സാരമില്ലാന്ന് കരുതിയേ ഇറങ്ങിയത്. നിങ്ങളുടെ മോൻ മരിച്ചതിന് ആ പെൺകുട്ടി എന്താ ചെയ്തേ? മനുഷ്യരാണോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഡാഡ്, നീ ഓക്കേ അല്ലേ? ഐ ആം സേഫ്. നീ ഫോണൊന്ന് വിക്രത്തിനോട് കൊടുക്കാം. ഡാഡ്സ് ഓൺ ദ കോൾ. യെസ് സാർ. ഹലോ വിക്രം, എന്റെ മകനെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റു 2 പ്രതികള് ഇപ്പോഴും തന്റെ കസ്റ്റഡി തന്നെയല്ലേ ഉള്ളത്? അതെ സാർ. അവർ 2 പേരെയും എൻകൗണ്ടർ ചെയ്തിട്ട് താൻ എന്നെ വന്നു കാണാം. എല്ലാ പോലീസുകാരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ സാർ. ഏതെങ്കിലും ഒരു പോലീസുകാരനെങ്കിലും മനസാക്ഷിയോടെ ഒരു പോലീസുകാരനെങ്കിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഓർത്തു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത് താങ്ങാൻ കഴിയില്ല സാർ. ഒരു വട്ടം കാണാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നുള്ളൂ. രാവിലെ വരുമെന്ന് പറഞ്ഞവൻ പിന്നെ വന്നതേയില്ല. അവസാനം അവന്റെ ഫോണിൽ നിന്നൊരു കോൺസ്റ്റബിളാണ് വിളിച്ചത്. ഹലോ. രവി, എന്താ മോനെ? ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാൻ? ഞാനേ കോൺസ്റ്റബിളാ സംസാരിക്കണം സ്റ്റേഷനിൽ നിന്ന്. കോൺസ്റ്റബിളാ? എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. സ്റ്റേഷനിൽ ഒരു ചെറിയ എൻക്വയറി, അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേച്ചേക്കാം. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. രാവിലെ എന്റെ മോൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. വേറെ ഒരു വാർത്തയാ രാവിലെ വന്നത്. അത് ഞാൻ വിശ്വസിച്ചില്ല. പെട്ടെന്ന് വരാൻ പറഞ്ഞ ഒരു കോള് വന്നത്. 2 ദിവസമായി സാർ ഞാൻ എന്റെ മോനോട് സംസാരിച്ചിട്ട്. ഫോൺ വിളിക്കുമ്പോൾ വേറെ ആരോ എടുത്ത് സംസാരിക്കുന്നു. എന്ത് പറ്റി സാർ? സാറേ, ആദ്യം ഇത് പിടിക്കേ. എന്താ സാറേ ഇത്? എന്റെ മോൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഡ്രസ്സ് ആയിരുന്നത്. എനിക്കൊന്നും അറിയില്ല സാർ. കോൺസ്റ്റബിൾ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത്രേ അറിയുള്ളൂ. സാറേ, എന്നാ സാറേ, ഇത് ഞങ്ങളാ തന്നെയെന്ന് സാർ ആരോടും പറഞ്ഞേക്കല്ലേ സാർ. ഞാൻ വരട്ടെ സാർ. സാർ സാർ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകനെ ക്രൂരമായി കൊന്നില്ലേ?